പുതിയ കഥ തുടരുന്നു. മാന്ത്രിക മോതിരം. ദൂരെ ഒരിടത്ത് ഒരു വൃദ്ധനും അയാളുടെ ഭാര്യയും അവരുടെ ഒരേ ഒരു മകനും താമസിച്ചിരുന്നു. മാർട്ടിൻ എന്നായിരുന്നു മകന്റെ പേര്. കാട്ടിൽ ചെന്ന് മൃഗങ്ങളെയും പക്ഷികളെയും വേട്ടയാടി പിടിച്ചാണ് വൃദ്ധൻ കുടുംബം പുലർത്തിയിരുന്നത്. അവർ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ജീവിച്ചു പോന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വൃദ്ധൻ രോഗബാധിതനായി മരിച്ചു. മാർട്ടിൻ അമ്മയും തനിച്ചായി. ദുഃഖം സഹിക്കവയ്യാതെ വൃദ്ധനെയോർത്ത് അവർ കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ കണ്ണുനീരിന് മരിച്ചയാളിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണം തീർന്നത് അവർ അറിഞ്ഞില്ല. വിശപ്പ് മാറ്റാൻ ഒന്നും തന്നെ ആ വീട്ടിൽ ഇല്ലാതെ വന്നു. തൻ്റെയും മകൻ്റെയും ജീവൻ നിലനിർത്താൻ അല്പം പണമുണ്ടാക്കി ഭക്ഷണം വാങ്ങേണ്ടതുണ്ടെന്നും വൃദ്ധയ്ക്ക് മനസ്സിലായി. 200 റൂബിളുകൾ വൃദ്ധൻ കുടുംബത്തിനു വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ പണം ചെലവാക്കേണ്ടതുണ്ടോ എന്ന് വൃദ്ധ ആലോചിച്ചു. ഒടുവിൽ അതിൽ നിന്നും 100 റൂബിളുകൾ എടുക്കാൻ വൃദ്ധ തീരുമാനിച്ചു. അവർ മകനോട് പറഞ്ഞു, മാർട്ടിൻ, ഈ പണവുമായി നീ പട്ടണത്തിലേക്ക് പോകൂ. അടുത്ത വീട്ടിൽ ചോദിച്ചിട്ട് അവിടുത്തെ കുതിരപ്പുറത്ത് പോയാൽ മതി. മഞ്ഞുകാലം കഴിയുന്നതുവരെ ഉപയോഗിക്കാനുള്ള ആഹാരം വാങ്ങിക്കൊണ്ടുവരണം. വസന്തകാലമാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ജോലി അന്വേഷിക്കാം. അമ്മ പറഞ്ഞതനുസരിച്ച് മാർട്ടിൻ പട്ടണത്തിലേക്ക് പോയി. ചന്തയിലുള്ള ഇറച്ചി വിൽപ്പനക്കാരൻ്റെ കടയുടെ മുന്നിൽ കൂടിയാണ് പോകുമ്പോൾ അവൻ ഒരു ആൾക്കൂട്ടം ശ്രദ്ധിച്ചു. ബഹളം വെക്കുന്ന ആൾക്കൂട്ടത്തിനിടയിൽ അവൻ നോക്കി. ഒരു പട്ടിയെ തൂണിൽ കെട്ടിയിട്ട് വടികൊണ്ട് തല്ലിച്ചതക്കുകയാണ് ഇറച്ചി വിൽപ്പനക്കാരൻ. മാർട്ടിൻ കുതിരപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങി ഇറച്ചി വിൽപ്പനക്കാരൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഒരു ദയവുമില്ലാതെ എന്തിനാണ് ഈ പാവത്തിനെ തല്ലുന്നതെന്ന് അവൻ ചോദിച്ചു. ഇത് അവന് കിട്ടേണ്ടതു തന്നെയാണ്, വിൽപ്പനക്കാരൻ പറഞ്ഞു. ഒരു വലിയ ഇറച്ചി കഷ്ണം ഈ പട്ടി എൻ്റെ കടയിൽ നിന്നും മോഷ്ടിച്ചു. പട്ടിയെ അടിക്കുന്നത് നിർത്താൻ മാർട്ടിൻ അപേക്ഷിച്ചു. ഒടുവിൽ അവൻ ചോദിച്ചു, നിങ്ങൾ ഈ പട്ടിയെ എനിക്ക് വിൽക്കാമോ? ഇറച്ചി വിൽപ്പനക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, 100 റൂബിൾ തന്നാൽ ഞാൻ അവനെ തിരികെ തരാം. അത്രയും തുക നീ മുടക്കുമോ? മാർട്ടിൻ തൻ്റെ കയ്യിലുള്ള 100 റൂബിൾ അയാൾക്ക് കൊടുത്തു പട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് പോന്നു.